ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ബാങ്കിംഗ് സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമായെങ്കിലും ഈ സൗകര്യങ്ങൾ ഉയർത്തുന്ന ഭീഷണി വളരെ വലുതാണ്. ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകൾ വർദ്ധിച്ചതോടെ സാധാരണ ഉപഭോക്താക്കളാണ് കൂടുതലും ഇരകളാകുന്നത്. കാലങ്ങളായി തുടരുന്ന ഓൺലൈൻ ചീറ്റിങ്ങിന്റെ മറ്റൊരു ഇരയാണ് ഈ മലയാളി. UPI വഴിയാണ് പൈസ ട്രാൻസ്ഫർ ആയി പോകുന്നത്. പിൻ നമ്പർ പോലും ചോദിക്കാതെ ബാങ്കിൽ നിന്ന് പൈസ ഡെബിറ്റായി പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരുന്നു? ഞാൻ 3 ട്രാൻസാക്ഷനാണ് പൈസ പോയത്. ഒരു ബാങ്കിൽ നിന്ന് ഒരു SMS പോലും എനിക്ക് കിട്ടിയില്ല. ഏത് ബാങ്കായിരുന്നു അത്? അതൊക്കെ എൻ്റെ കാനറ ബാങ്ക്. കാനറ ബാങ്കിൽ പോയിട്ട് അന്നേരം തന്നെ അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ പോയി കംപ്ലൈന്റ് എഴുതി കൊടുത്ത് എൻ്റെ അക്കൗണ്ടും ബ്ലോക്ക് ആക്കി. എന്നാലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് ബാങ്ക് ഇതുവരെ ഒന്നും പറയാൻ അവരനങ്ങുന്നില്ല. അവരൊരു റൂട്ടിൻ കാര്യം പോലെ കൊടുക്കുന്ന പേപ്പർ മേടിച്ചു വെക്കും, നോക്കാം പിന്നെ വാന്ന് പറഞ്ഞാൽ അതൊരു കറക്റ്റ്. സൈബർ സെല്ലിൽ നിന്ന് അവർ 2-3 സ്ഥലം ട്രേസ് ആക്കിയിട്ടുണ്ട്. അതിൽ ഒരിടത്തുനിന്ന് പൈസ കിട്ടിയിട്ടുണ്ട്, കുറഞ്ഞൊരു എമൗണ്ട്. ഒരിടത്തുനിന്ന് ഒരു പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരിടത്തുനിന്ന് അവർക്ക് ഇതുവരെ അത് ആ ബാങ്ക് സ്പ്ലിറ്റായി റീസെൻ്റ്ലി. അത് കാരണം ഏത് സ്ഥലത്താണ് അത് ഉള്ളതെന്ന് അവർക്ക് അറിയത്തില്ല. അവരെത്ര ഫീഡ്ബാക്ക് കൃത്യമായിട്ട് തരുന്നുണ്ട്. എത്ര പ്രാവശ്യമായിട്ടാണ് പൈസ ഡെബിറ്റ് ചെയ്തത്? 3 പ്രാവശ്യമായിട്ട്. 3 പ്രാവശ്യമായിട്ട് ഒരേ ബാങ്കിലേക്കാണ് പോയിരിക്കുന്നത്? മിക്കവാറും ഒരേ ബാങ്കിലായിരിക്കുമല്ലോ. 3 പേരിലാണ് പോയിരിക്കുന്നത്. ഓൺലൈൻ ബാങ്കിംഗ് ഫിഷിംഗ് മാൽവെയർ ടൂൾസ് വഴിയാണ് സൈബർ കുറ്റവാളികൾ ഉപയോക്താക്കളുടെ ബാങ്ക് വിവരങ്ങൾ മോഷ്ടിക്കുന്നത്. മൊത്തം 1,36,000 രൂപ ബാങ്ക് കംപ്ലീറ്റ്. എൻ്റെ ബാങ്കിനോട് അങ്ങനെ 350 രൂപ ബാക്കി വന്നു. ബാക്കിയെല്ലാം എനിക്ക് അവസാനം ഞാൻ കമ്പനി ജോലി വിട്ടിരുന്നു. അവിടുന്ന് കിട്ടിയ പൈസയാണ് പോയത്. അതോടുകൂടി അല്ലെങ്കിൽ നോർമലി ഇത്ര പൈസ ഇരിക്കാറില്ല ബാങ്കിൽ. ബാങ്കുകാരുടെ റെസ്പോൺസും വളരെ മോശമാണ്. അവരൊന്നും ചെയ്യുന്നില്ല, ഒരു കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. കീ ലോഗർ പോലുള്ള മാൽവെയർ ഉപകരണങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഉപയോക്താവിന്റെ എല്ലാ ടൈപ്പിംഗും സംവാദങ്ങളും തട്ടിപ്പ് സംഘത്തിന് ലഭ്യമാകുന്നു എന്നതാണ് ഈ ഹാക്കിംഗ് ടൂൾ ഉയർത്തുന്ന വലിയ ഭീഷണി. ഇതിലൂടെ അക്കൗണ്ട് ടേക്ക് ഓവർ പോലുള്ള വലിയ തട്ടിപ്പുകൾ നടക്കുന്നു. കൂടുതൽ അപകടകരമായ രീതിയാണ് ATS അഥവാ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സിസ്റ്റംസ്. ഇവ ഉപയോക്താവിന്റെ അറിവില്ലാതെ തന്നെ പണം മാറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. പ്രായോഗികമായി ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ഫയർവാളുകൾ ബാങ്കിംഗ് സംവിധാനത്തിൽ ഇല്ലാതെ പോകുന്നതും ഇത്തരം സൈബർ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുവാൻ കഴിയാതെ പോകുന്നതുമാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം. അത് അവരവിടുത്തെ ലോക്കൽ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നായിട്ട് 2 ദിവസം കഴിഞ്ഞ് അവിടെ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് ഇവിടെ സൈബറിൽ. അപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടിയെങ്കിൽ എന്നെ അവർ അറിയിക്കും. അവരും പറയുന്ന പൈസ നിൽക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നത്. എന്നാലും ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അന്നേരം തന്നെ ഫ്രീസ് ചെയ്യുകയും ചെയ്യും, തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നു. കേസിന് പുറകെ പോയി വീണ്ടും കുറെ പണവും സമയവും നഷ്ടപ്പെടുകയല്ലാതെ ഇതുവരെ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടിയ ചരിത്രം എവിടെയും കാണുന്നില്ല. സൈബർ വിദഗ്ധർ പറയുന്നത് ഈ ആക്രമണങ്ങൾ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. പബ്ലിക് വൈഫൈ ഉപയോഗവും അനധികൃത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതും വലിയ സുരക്ഷാ ഭീഷണികളാണ്. ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നാൽ വ്യക്തിയുടെ സാമ്പത്തിക സുരക്ഷ തന്നെ അപകടത്തിലാകുന്നു. ബാങ്കിംഗ് ഇടപാടുകൾക്ക് ശക്തമായ പാസ്വേഡുകളും മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷനും ഉപയോഗിക്കണം. ഇമെയിൽ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ജാഗ്രത പാലിക്കണം.